കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഇതിൽ നിർബന്ധമായും സർക്കാർ ജീവനക്കാരെയൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ സാലറിയിൽ നിന്ന് ഈ മെഡിസെപ്പിനുള്ള തുക ഡെബിറ്റ് ആവുന്നുണ്ട്. എന്നാൽ ഇതിന് ഒട്ടേറെ പോരായ്മകൾ ഈ മെഡിസെപ്പിനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ 10 വരെ സമയം തന്നിട്ടുണ്ട്. ഈ ഒരു തിരുത്തലോട് കൂടിയെങ്കിലും ഈ മെഡിസെപ്പ് എന്നൊരു പറഞ്ഞൊരു കാർഡ് ആക്റ്റീവായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം മറ്റൊന്നുമല്ല, എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതെടുക്കില്ല. മാത്രമല്ല ഇത്രയും നാൾ ഇപ്പോൾ ഇത് തിരുത്താൻ സെപ്റ്റംബർ 10 വരെ സമയം തന്നിട്ടുണ്ട്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇതിനകത്ത് തിരുത്തൽ വരുത്താനായിട്ട് യാതൊരു തരത്തിലുള്ള സംവിധാനവും ഗവൺമെൻറ് ചെയ്തില്ലെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിരുത്താൻ തരാത്തത് കൊണ്ട് തന്നെ പലവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാദറിന് മെഡിസെപ്പ് കാർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം വണ്ടാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മളിതിൻ്റെ ബില്ല് ഫസ്റ്റ് നമ്മൾ അഡ്മിറ്റ് ആയതിന് ആ സമയത്തൊട്ടുള്ള എല്ലാ ബില്ലും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം നമ്മളിത് മെഡിസെപ്പ് സെക്ഷനിൽ കൊണ്ട് കൊടുക്കണം. ആ സമയത്ത് ആധാറിലുണ്ടായിരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഈ ഒരു മെഡിസെപ്പിൻ്റെ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കാതെ വന്നിട്ടുണ്ട്. പിന്നീടത് റിക്വസ്റ്റ് കൊടുത്തും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു തിരുത്തൽ വരുത്തി എടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇനിയുള്ളവർക്കെങ്കിലും ഇപ്പോൾ തിരുത്തലിന് അപേക്ഷ തന്നിരിക്കുന്നത് കൊണ്ട് ഇനിയുള്ളവരെങ്കിലും കൃത്യമായിട്ടത് ആധാർ പോലെ ആക്കി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് തരില്ല എന്ന് തന്നെ ഈ മെഡിസെപ്പിൻ്റെ സൈറ്റിലും എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിസെപ്പിൻ്റെ വെബ്സൈറ്റിൽ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ എടുക്കും എന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ മാത്രമേ ഈ ഒരു ഇൻഷുറൻസ് പോളിസി ഹോൾഡർക്ക് അത് കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റ് ഹോസ്പിറ്റലുകളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഡിസീസിനും മെഡിസെപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയും ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇനിയുള്ളവർക്കെങ്കിലും തിരുത്തി കൃത്യമായിട്ട് ഇത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രീമിയം കൂട്ടാനുള്ള ഒരു മാർഗം എന്നോണമാണ്. പെട്ടെന്ന് പ്രീമിയം അങ്ങ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് എല്ലാവരും സഹകരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് തിരുത്താനുള്ള ഒരു സമയം കൂടെ ഗവൺമെൻറ് തന്നതെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ പ്രീമിയം 500 നിന്ന് 750 രൂപയായി വർദ്ധിപ്പിക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനെതിരെ പ്രതിഷേധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിരുത്തലിന് സമയം തന്നിട്ടുള്ളതെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഒരു ഏജ്ഡ് കഴിഞ്ഞ് ഇപ്പോൾ പുതുതായിട്ട് കയറിയ ആളുകളുടെ കാര്യമല്ല, ചെറുപ്പക്കാർ സർവീസ് ഇരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ ഒന്നും മെഡിസെപ്പ് കാർഡ് കൃത്യമല്ല. എന്നാൽ ഇത് തിരുത്താൻ ഇത്രയും നാൾ സമയം തന്നിട്ടുമില്ല. നമുക്ക് ആ കാർഡ് ഉപയോഗിക്കാൻ പറ്റാതെ വന്ന ഘട്ടങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും കൃത്യമായി ഉറപ്പിച്ചും പറയുന്നത്. അതിൻ്റെ കൂടെ ഈ ഇൻഷുറൻസ് അടിസ്ഥാന പരീക്ഷ 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തും എന്നും അറിയുന്നുണ്ട്. അപ്പോൾ അതും ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് മെഡിസെപ്പ് കാർഡ് ഉള്ളവരും അവർ എത്ര ചെറുപ്പമാണെന്നുണ്ടെങ്കിലും അവർ ദയവ് ചെയ്ത് അത് അവോയ്ഡ് ചെയ്യാതെ അത് തിരുത്താനുള്ള ഒരു സംവിധാനത്തിലേക്ക് തിരുത്തണം. അത് ചെയ്യാനായിട്ട് നമ്മുടെ DDOമാർ അല്ലെങ്കിൽ ട്രഷറി ഓഫീസർമാർക്കാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. വ്യക്തിപരമായ വിവരങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആശ്രിതരുടെ വിവരങ്ങളുണ്ട്. നമ്മൾ ഡിപ്പെൻഡൻറ്റ്, നമ്മളുടെ ഫാമിലി ഡിപ്പെൻഡൻറ്റ്, അവരുടെയും തെറ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ചേർക്കാനും അതുപോലെ നിലവിലുള്ളവരെ ഒഴിവാക്കാനൊക്കെ സാധിക്കും. അതിനെല്ലാം ബന്ധപ്പെട്ട DDOമാർക്കും പെൻഷൻ ട്രഷറി ഓഫീസർമാർക്കും 10-നകം നിങ്ങൾ അപേക്ഷ നൽകി ഈ കാർഡ് ആധാർ പോലെ കൃത്യമാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവാനുള്ള കാരണം. ഞങ്ങളുടെ ഫാദർ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ നമ്മളിത് കൃത്യമായി ചെയ്യാൻ വേണ്ടി നമ്മൾ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ഇവരൊരു ടോൾ ഫ്രീ നമ്പർ അന്ന് തന്നിരുന്നു. ആ ടോൾ ഫ്രീ നമ്പർ വിളിച്ചെടുക്കത്തേയില്ല. പിന്നെ മെയിൽ അയച്ചാൽ റിപ്ലൈ ഇല്ല. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. ഇനി അങ്ങോട്ടും അത് തന്നെ ആവാനാണ് സാധ്യത. മാക്സിമം ആളുകൾക്ക് ഇൻഷുറൻസ് തരരുത് എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയെടുത്തൊരു കാർഡാണ് മെഡിസെപ്പ്. പ്രീമിയം കിട്ടണം എന്ന ഒരു തരത്തിലും പരമാവധി പിടിച്ച് ഇൻഷുറൻസ് നൽകണം എന്നുള്ള ഒരു കാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇപ്പോൾ തന്നിരിക്കുന്ന അവസരം ഒരു സുവർണാവസരമാണ്. അതുകൊണ്ട് എല്ലാവരും തെറ്റ് തിരുത്തി വയ്ക്കുക.
ഈ മെഡിസിപ്പിൻ്റെ ID കാർഡുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആശുപത്രിയിലൊക്കെ തിരിച്ചറിയലിനായിട്ട് നൽകുന്ന ആധാർ കാർഡ് പോലുള്ള രേഖകളിലെ വിവരങ്ങൾ മെഡിസിപ്പ് കാർഡിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടത്തില്ലെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്. www.medicip.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് മെനുവിൽ പെൻ നമ്പർ അല്ലെങ്കിൽ എംപ്ലോയി ID ഉണ്ടാവും, അല്ലെങ്കിൽ PPO നമ്പർ, അല്ലെങ്കിൽ പെൻഷൻ നമ്പർ, ജനനത്തീയതി, പിന്നെ ഏത് വകുപ്പാണെന്നുള്ളത്, അത് നമ്മുടെ ട്രഷറി ഏതാണ്, സബ് ട്രഷറി എങ്കിൽ അത്, അല്ലെങ്കിൽ ഏത് ട്രഷറിയാണ് ആ പേരും കൂടെ നൽകിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മുടെ കൃത്യമാണോ നോക്കി, അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിനുള്ള അപേക്ഷ കൊടുത്തോ, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് അതുപോലത്തെ ഉള്ളൊരു കാർഡാണ്, പലർക്കും അറിയാം. ഇത് എന്തിനാണ് നിർബന്ധിച്ച് ഗവൺമെൻറ് ജീവനക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അവർക്ക് ആവശ്യമുള്ളെങ്കിൽ എടുത്താൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റാതെ വന്ന ഇപ്പോൾ ഒരു 60-70 ആയിട്ടുള്ള എല്ലാവരുടെയും കാർഡ് തെറ്റാണ്. ഒരു 90% പേരുടെയും കാർഡ് തെറ്റാണ്. അവരെയാണ് ഈ സമൂഹത്തിൽ നിന്ന് ഏകദേശം അല്ലെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പം നമ്മുടെ ഫാദർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മെഡിസെപ്പ് കാർഡുള്ള, ഇത് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത, ഇതും കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാലോ. വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററോളം നടന്നാലേ ഈ മെഡിസെപ്പിൻ്റെ സെക്ഷനിലെത്തുകയുള്ളൂ. അപ്പോൾ ഇവരെ കൊണ്ട് വരുന്നത് മക്കളല്ല, അവർ തന്നെ അവരുടെ തന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരാണ് വരുന്നതെങ്കിൽ ഇവർക്ക് നടന്ന ആ സെക്ഷനിലൊന്നും പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ നഴ്സുമാരൊന്നും സഹകരിക്കത്തേയില്ല, നഴ്സുമാരൊന്നും ഇത് കൊണ്ടുവന്ന് ചെയ്യിക്കത്തില്ല. അപ്പോൾ അത് ഓടി നടന്ന് ചെയ്യാനായിട്ട് ചെറുപ്പക്കാരായ ആരോഗ്യമുള്ള മക്കളെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ അത് നടക്കത്തുമില്ല. അതുകൊണ്ടിട്ട് ഇവർക്ക് ഇത് കൈ വെച്ചുകൊണ്ട് ഒന്നും ഉപയോഗിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രായമായ ആളുകളെ ഞങ്ങളന്ന് അവിടെ കണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പരിഗണനയും വയസ്സായ ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഗവൺമെൻറ് സർവൻ്റായിട്ട് റിട്ടയർ ചെയ്തവരുടെ കയ്യിൽ കണ്ട ഈ മെഡിസെപ്പ് കാർഡ് എന്നുള്ളതാണ് എനിക്കുണ്ടായ അനുഭവം. അതുകൊണ്ട് പറയുകയാണ്, ഇതൊരു സുവർണ്ണ അവസരമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പോൾ ഉള്ള എല്ലാവരും, ആരോഗ്യം എപ്പോൾ വേണമെങ്കിലും നശിക്കാം, ഒന്നും നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സർജറി വേണ്ടി വരും, ഇന്നത്തെ പോലെയല്ല നാളെ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു കാര്യം അത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അത് 10-ാം തീയതി തന്നെ, അതിന് 10-ന് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിച്ച് നമ്മളും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.